നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. മയക്കുമരുന്നിനെതിരെയുള്ള ബോധവൽക്കരണ പരിപാടിയുമായി UAE ആഭ്യന്തര മന്ത്രാലയം. ബോധവൽക്കരണം വിദ്യാർത്ഥികൾക്കിടയിലെ മയക്കുമരുന്ന് ഉപയോഗം തടയുന്നതിന് പഠനാവശ്യങ്ങൾക്ക് ChatGPT ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അമിതമായി ആശ്രയിക്കുന്നത് ഒഴിവാക്കണമെന്ന് UAE വിദ്യാഭ്യാസ മന്ത്രാലയം. സൗദി ബാലൻ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് 18 വർഷമായി സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ കേസ് റിയാദ് കോടതി വീണ്ടും നീട്ടി. മോചനം വൈകുന്നത് കോടതി ആവശ്യപ്പെട്ട രേഖകൾ ഗവർണറേറ്റിൽ നിന്ന് ലഭിക്കാനുള്ള കാരണത്താൽ കേസ് മാറ്റിവെക്കുന്നത് 9ാം തവണ. കുവൈറ്റിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരാണെന്ന് പറഞ്ഞ് സമീപിക്കുന്നവരോട് ID കാർഡ് കാണിക്കാൻ നിർബന്ധമായും ആവശ്യപ്പെടണമെന്ന് ആഭ്യന്തര മന്ത്രാലയം. നിർദ്ദേശം സുരക്ഷാ ഉദ്യോഗസ്ഥരെന്ന വ്യാജേന പ്രവാസികളെ കൊള്ളയടിക്കുന്ന സംഭവങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ. തൊഴിലാളികൾക്ക് ഇഫ്താർ വിരുന്നൊരുക്കി ദുബായ് താമസ കുടിയേറ്റ വകുപ്പ്. ബസ് ഓഫ് ഗുഡ്നെസ് എന്ന പേരിലാണ് ദുബായിലെ ആയിരക്കണക്കിന് തൊഴിലാളികൾക്ക് ഇഫ്താർ ഭക്ഷണം വിതരണം ചെയ്യുന്നത്. മക്കയിൽ റമദാൻ അവസാന 10-ൽ ഇതികാഫിനിരിക്കുന്നതിനുള്ള രജിസ്ട്രേഷൻ റമദാൻ 5-ന് ആരംഭിക്കുമെന്ന് ഹറം കാര്യ വകുപ്പ്. ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ആദ്യ സെമി നാളെ. ഇന്ത്യയുടെ എതിരാളികൾ ഓസ്ട്രേലിയ. മത്സരം നാളെ ഉച്ചയ്ക്ക് 2:30 മുതൽ ദുബായിൽ. വിശദാംശങ്ങൾ നോക്കാം. സൗദി ബാലൻ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് 18 വർഷമായി സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറോക്ക് കോടമ്പുഴ സ്വദേശി അബ്ദുൾ റഹീമിന്റെ കേസ് റിയാദ് കോടതി വീണ്ടും നീട്ടി. കോടതി ആവശ്യപ്പെട്ട രേഖകൾ ഗവർണറേറ്റിൽ നിന്ന് ലഭിക്കാനുള്ളതാണ് കാരണം. തുടർച്ചയായി 9ാം തവണയാണ് കോടതി കേസ് നീട്ടിവെക്കുന്നത്. മാർച്ച് 18-ന് സൗദി സമയം രാവിലെ 11 മണിക്കാണ് ഇനി കേസ് വീണ്ടും പരിഗണിക്കുക എന്ന് കോടതി അറിയിച്ചു. കോടതി ആവശ്യപ്പെട്ടതനുസരിച്ച് ഗവർണറേറ്റ് ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്ന് കേസ് ഫയലിന്റെ ഹാർഡ് കോപ്പി ആവശ്യപ്പെട്ടിട്ടുണ്ട്. മയക്കുമരുന്നിനെതിരെയുള്ള ബോധവൽക്കരണ പരിപാടിയുമായി UAE ആഭ്യന്തര മന്ത്രാലയം. ഡ്രഗ് കൺട്രോൾ കൗൺസിലിന്റെയും നാഷണൽ ഡ്രഗ് പ്രിവെൻഷൻ പ്രോഗ്രാമിന്റെയും സഹകരണത്തോടെയാണ് വിദ്യാർത്ഥികൾക്കിടയിലെ മയക്കുമരുന്ന് ഉപയോഗം തടയുന്നത് ലക്ഷ്യമാക്കിയുള്ള ബോധവൽക്കരണ ഗൈഡ് പുറത്തിറക്കിയത്. രാജ്യമെമ്പാടുമുള്ള സ്കൂളുകളിൽ നടപ്പാക്കുന്ന മയക്കുമരുന്ന് വിരുദ്ധ പ്രചാരണത്തിനായാണ് UAE ആഭ്യന്തര മന്ത്രാലയം ഡ്രഗ് പ്രിവെൻഷൻ ഗൈഡ് പുറത്തിറക്കിയത്. ലഹരി ഉപയോഗത്തിന്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ചുള്ള മുന്നറിയിപ്പിനൊപ്പം മരുന്നുകളുടെ അശാസ്ത്രീയ ഉപയോഗം കൊണ്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഗൈഡിൽ വിശദീകരിക്കുന്നു. വേദന സംഹാരികൾ, അനസ്തീഷ്യയ്ക്ക് ഉപയോഗിക്കുന്ന മരുന്നുകൾ എന്നിവ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ വാങ്ങുന്നതും ഉപയോഗിക്കുന്നതും നിയമവിരുദ്ധമാണെന്ന് ഗൈഡിൽ ചൂണ്ടിക്കാട്ടുന്നു. മയക്കുമരുന്ന് ഉപയോഗം മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന സ്വഭാവമാറ്റങ്ങൾ നിരീക്ഷിക്കണമെന്ന നിർദ്ദേശവും ഗൈഡിലുണ്ട്. അക്രമ സ്വഭാവം കാണിക്കുക, അശ്രദ്ധമായി പെരുമാറുക, ഓർമ്മക്കുറവ്, അനുചിതമായ പ്രവർത്തികൾ എന്നിവ കുട്ടികളിലുണ്ടായാൽ രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം. മയക്കുമരുന്ന് ഉപയോഗത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ തിരുത്തണമെന്നും ഗൈഡിൽ വിശദീകരിക്കുന്നു. ക്ഷീണമകറ്റാനും ഊർജ്ജസ്വലത വർദ്ധിപ്പിക്കാനും ഓർമ്മശക്തിക്കുമൊക്കെ മയക്കുമരുന്ന് ഉപയോഗം സഹായിക്കുമെന്ന പ്രചാരണം തെറ്റാണ്. ഇത്തരം പ്രചാരണങ്ങളിലൂടെ വിദ്യാർത്ഥികളെ ചൂഷണം ചെയ്യാനുള്ള സാധ്യതകളെക്കുറിച്ച് ഗൈഡ് മുന്നറിയിപ്പ് നൽകുന്നു. കുട്ടികളോട് തുറന്ന് സംസാരിക്കുക, സ്നേഹത്തോടെയും കരുതലോടെയും പെരുമാറുക, മയക്കുമരുന്നിന്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് ബോധവൽക്കരിക്കുക, ആവശ്യമെങ്കിൽ വിദഗ്ധരുടെ സഹായം തേടുക എന്നിങ്ങനെ രക്ഷിതാക്കൾക്കുള്ള നിർദ്ദേശങ്ങൾ കൂടി ഗൈഡിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, ദുബായ്. പഠനാവശ്യങ്ങൾക്ക് ChatGPT ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നിവയെ അമിതമായി ആശ്രയിക്കുന്നത് ഒഴിവാക്കണമെന്ന് UAE വിദ്യാഭ്യാസ മന്ത്രാലയം. പഠന പ്രൊജക്ടുകൾ പൂർത്തിയാക്കാൻ ഇത്തരം സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നത് വിദ്യാർത്ഥികളുടെ സർഗാത്മകത, ഉത്തരങ്ങൾ കണ്ടെത്താനുള്ള കഴിവ് എന്നിവയെ ബാധിക്കുമെന്ന് മന്ത്രാലയം മുന്നറിയിപ്പ് നൽകുന്നു. ChatGPT ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സഹായത്തോടെ തയ്യാറാക്കുന്ന പ്രൊജക്ടുകൾ സ്വീകാര്യമല്ലെന്നും UAE വിദ്യാഭ്യാസ മന്ത്രാലയം വ്യക്തമാക്കി. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് ആധുനിക സാങ്കേതിക വിദ്യകൾ നൽകുന്ന സംഭാവനകളെ സ്വീകരിക്കുന്നു. എന്നാൽ വിദ്യാർത്ഥികളുടെ പ്രയത്നത്തെ മാറ്റി നിർത്താൻ അവ കാരണമാകരുത്. പഠനത്തിന്റെ ഭാഗമായുള്ള പ്രൊജക്ടുകളിൽ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ പദ്ധതികൾ അവരുടെ പരിശ്രമത്തെ കൃത്യമായി പ്രതിഫലിപ്പിക്കുന്നതാകണമെന്നും മന്ത്രാലയം നിർദ്ദേശിച്ചു. കുവൈറ്റിൽ സ്വകാര്യ മേഖലയിലെ വിദ്യാലയങ്ങളിൽ ജോലി ചെയ്യുന്ന അധ്യാപകരിൽ ഏറ്റവും അധികമുള്ള
അധികമുള്ള ഈജിപ്തുകാർ കഴിഞ്ഞാൽ പിന്നെയുള്ളത് ഇന്ത്യക്കാരാണ്. സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടെ 6527 ഈജിപ്ഷ്യൻ അധ്യാപകരാണ് രാജ്യത്തെ സ്വകാര്യ വിദ്യാലയങ്ങളിൽ ജോലി ചെയ്യുന്നത്. വിദ്യാഭ്യാസ മന്ത്രാലയം പുറത്തിറക്കിയ കണക്കുകളിലാണ് ഇക്കാര്യം സൂചിപ്പിക്കുന്നത്. തൊട്ടുപിന്നിൽ ഇന്ത്യൻ അധ്യാപകരാണ്. 1934 ഇന്ത്യൻ അധ്യാപകർ സ്വകാര്യ വിദ്യാലയങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. രാജ്യത്തെ സ്വകാര്യ മേഖലയിൽ 4474 പുരുഷന്മാരും 9912 സ്ത്രീകളും ഉൾപ്പെടെ ആകെ 14668 അധ്യാപകർ ജോലി ചെയ്യുന്നു. തൊഴിലാളികൾക്ക് ഇഫ്താർ വിരുന്നൊരുക്കി ദുബായ് താമസ കുടിയേറ്റകാര്യ വകുപ്പ്. ബസ് ഓഫ് ഗുഡ്നസ് എന്ന പേരിലാണ് ദുബായിലെ ആയിരക്കണക്കിന് തൊഴിലാളികൾക്ക് ഇഫ്താർ ഭക്ഷണം വിതരണം ചെയ്യുന്നത്. ദുബായ് നഗരത്തിന്റെ വളർച്ചയിൽ നിർണായക പങ്കുവഹിക്കുന്ന തൊഴിലാളികളെ റംസാനിലും ചേർത്ത് നിർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. ഈ വർഷം റംസാൻ മാസത്തിൽ 1,50,000 ഭക്ഷണപ്പൊതികൾ വിതരണം ചെയ്യാനാണ് പദ്ധതി. ദിവസവും 5000 ഇഫ്താർ ഭക്ഷണപ്പൊതികൾ ജബൽ അലി, അൽഖൂസ്, ദുബായ് ഇൻവെസ്റ്റ്മെന്റ് പാർക്ക്, മുഹൈസിനാത്ത് തുടങ്ങിയ പ്രധാന തൊഴിലാളി കേന്ദ്രങ്ങളിൽ എത്തിക്കും. മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം, ഹ്യൂമാനിറ്റേറിയൻ ആൻഡ് ചാരിറ്റി എസ്റ്റാബ്ലിഷ്മെന്റ്, ദുബായ് ചാരിറ്റി അസോസിയേഷൻ എന്നിവരുമായി സഹകരിച്ചാണ് പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത്. മക്കയിലെ വിശുദ്ധ ഹറമിലും മദീന മസ്ജിദ് നബവിയിലും റമദാൻ അവസാന 10 ഇതികാഫ് ഇരിക്കുന്നതിനുള്ള രജിസ്ട്രേഷൻ റമദാൻ 5 രാവിലെ 11 മണി മുതൽ ആരംഭിക്കുമെന്ന് ഹറം കാര്യവകുപ്പ് അറിയിച്ചു. ഹറം കാര്യവകുപ്പിന്റെ വെബ്സൈറ്റിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. ഇരു ഹറമുകളിലും ഇതികാഫിനായി നിശ്ചയിക്കുന്ന സ്ഥലങ്ങളിൽ ഉൾക്കൊള്ളുന്ന ആളുകളുടെ എണ്ണം അനുസരിച്ചായിരിക്കും രജിസ്ട്രേഷന് അവസരമുണ്ടാവുക. റമദാൻ 20 ഇതികാഫ് ആരംഭിക്കും, 30 വരെ തുടരും. തൊഴിലുടമകളുടെ അനുമതി കത്തുണ്ടെങ്കിൽ വിദേശികൾക്കും ഇതികാഫിന് രജിസ്റ്റർ ചെയ്യാം. കുവൈറ്റിൽ സുരക്ഷാ ഉദ്യോഗസ്ഥനാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് സമീപിക്കുന്നവരോട് അവരുടെ ID കാർഡ് കാണിക്കാൻ നിർബന്ധമായും ആവശ്യപ്പെടണമെന്ന് ആഭ്യന്തര മന്ത്രാലയം. പോലീസിന്റെ ഔദ്യോഗിക ചിഹ്നങ്ങളില്ലാത്ത വാഹനങ്ങളിലും പോലീസ് യൂണിഫോമിൽ അല്ലാതെയും നിയോഗിക്കപ്പെടുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർ അവരുടെ പേര് വിവരങ്ങളും പദവിയും ഉൾപ്പെടെ രേഖപ്പെടുത്തിയ ID കാർഡുകൾ പ്രദർശിപ്പിക്കണമെന്ന് മന്ത്രാലയം ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടു. സുരക്ഷാ ഉദ്യോഗസ്ഥർ എന്ന വ്യാജേന പ്രവാസികളെ കൊള്ളയടിക്കുന്ന സംഭവങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് മന്ത്രാലയം ഇത്തരമൊരു നിർദ്ദേശം പുറപ്പെടുവിച്ചത്. കഴിഞ്ഞ ദിവസം ഹവല്ലിയിൽ പ്രവാസിയുടെ വീട്ടിൽ കയറി സുരക്ഷാ ഉദ്യോഗസ്ഥനാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഭീഷണിപ്പെടുത്തി 1700 ദിനാർ തട്ടിയെടുത്ത കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തിരുന്നു. കുവൈറ്റിലെ സർക്കാർ സ്വകാര്യ മേഖലകളിലെ തൊഴിലുകൾക്കിടയിൽ പ്രവാസികളുടെ റെസിഡൻസി മാറ്റുന്നതിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്ന മുൻ വ്യവസ്ഥകൾ റദ്ദാക്കിയതായി ആഭ്യന്തര മന്ത്രാലയം. പ്രവാസികളുടെ താമസ തൊഴിൽ നടപടിക്രമങ്ങൾ ലളിതമാക്കുന്നതിനുള്ള സുപ്രധാന നീക്കമാണ് ഇത്. പ്രവാസികൾക്ക് അവരുടെ പുതിയ ജോലി അവരുടെ വിദ്യാഭ്യാസ യോഗ്യതകളുമായോ മുൻ തൊഴിലിന്റെ സ്വഭാവവുമായോ പൊരുത്തപ്പെടേണ്ടതിന്റെ ആവശ്യം ഇതോടെ ഒഴിവാക്കാൻ കഴിയും. തൊഴിൽ മേഖലകൾക്കിടയിൽ മാറ്റം തേടുന്ന വ്യക്തികളുടെ തൊഴിലുകൾ പരിശോധിക്കാൻ പ്രവാസികളുടെ റെസിഡൻസി നിയമവും ബാധകമല്ല. കുവൈറ്റിൽ കഴിഞ്ഞ വർഷം ആദ്യ പകുതിയിൽ പണം കൊടുത്ത 2,140,417 പേർ കടം വാങ്ങിയവരുടെ കൈവശമുള്ള സ്വത്തുക്കൾക്ക് മേൽ എക്സിക്യൂട്ടീവ് ജപ്തി ചുമത്താൻ അപേക്ഷകൾ സമർപ്പിച്ചു. നീതിന്യായ മന്ത്രാലയത്തിലെ ശിക്ഷാ നിർവഹണത്തിനായുള്ള ജനറൽ അഡ്മിനിസ്ട്രേഷൻ വെളിപ്പെടുത്തിയതാണ് ഇക്കാര്യം. തങ്ങൾക്ക് ലഭിക്കേണ്ട പണം തിരികെ ലഭിക്കുന്നതിനായി കടം കൊടുത്തവർക്ക് അനുകൂലമായി പുറപ്പെടുവിച്ച അന്തിമ കോടതി വിധികൾക്ക് ശേഷമാണ് ഈ അപേക്ഷകൾ നൽകിയത്. ശിക്ഷാ നിർവഹണത്തിനായുള്ള ജനറൽ അഡ്മിനിസ്ട്രേഷൻ പുറത്തിറക്കിയ കണക്ക് പ്രകാരം ഇതേ കാരണത്താൽ ജപ്തി ചെയ്ത കാറുകളുടെ എണ്ണം ഇതേ കാലയളവിൽ 42,885 ആണ്. മൊത്തം 43,290 യാത്രാ നിരോധന കേസുകളും ഉണ്ടായിരുന്നു. പെരിന്തൽമണ്ണ NRI ഫോറം അഥവാ പെൻറിഫ് സംഘടനയുടെ 10ാം വാർഷികാഘോഷം പെൻറിഫ് ദശോത്സവ് എന്ന പേരിൽ ജിദ്ദയിൽ വർണ്ണാഭമായി സംഘടിപ്പിച്ചു. ജിദ്ദയിലെ മലയാള മാധ്യമപ്രവർത്തകരുടെ കൂട്ടായ്മയായ ജിദ്ദ ഇന്ത്യൻ മീഡിയ ഫോറം ഇഫ്താർ സംഗമവും കേരള ജേർണലിസ്റ്റ് യൂണിയൻ മെമ്പർഷിപ്പ് വിതരണവും സംഘടിപ്പിച്ചു. ദേപൂട്ട് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ മെമ്പർമാരും കുടുംബങ്ങളും പങ്കെടുത്തു. സംഗമത്തിൽ പ്രസിഡന്റ് കബീർ കൊണ്ടോട്ടി അധ്യക്ഷത വഹിച്ചു. കേരള ജേർണലിസ്റ്റ് യൂണിയൻ മെമ്പർഷിപ്പ് കാർഡ് വിതരണം ചെയ്തു. ഇബ്രാഹിം ഷംനാട് റംദാൻ സന്ദേശം നൽകി. ഹസൻ ചെറുപ്പ, ജലീൽ കണ്ണമംഗലം, ജാഫർ അലി പാലക്കോട്, സാദിഖ് അലി തുവൂർ, സുൽഫിഖർ റദായി, ഗഫൂർ കൊണ്ടോട്ടി, ഗഫൂർ മമ്പുറം, നാസർ കരുളായി ആശംസ അറിയിച്ചു. മുസ്തഫ പെരുവള്ളൂർ, വാഹിദ് സമാൻ, NM സ്വാലിഹ് എന്നിവർ സംസാരിച്ചു. ജനറൽ സെക്രട്ടറി ബിജുരാജ് രാമന്തളി, PK സിറാജ് നേതൃത്വം നൽകി.
മറ്റു വാർത്തകളിലേക്ക് വന്നാൽ ലഹരി മാഫിയയുടെ പിടിയിലാണ് കേരളമെന്ന് പ്രതിപക്ഷ നിയമസഭയിൽ. കണ്ടുകൊണ്ടിരിക്കുന്നത് പുകഞ്ഞില്ലാതാകുന്ന യുവത്വത്തെയാണെന്നും പ്രതിപക്ഷം വിമർശിച്ചു. ലഹരിക്കെതിരായ നടപടി ചർച്ചയിൽ മാത്രം ഒതുങ്ങേണ്ടതല്ലെന്നും ലഹരി വ്യാപനം തടയാൻ കൈക്കൊണ്ട നടപടികളും സഭയിൽ വിശദീകരിച്ച് മുഖ്യമന്ത്രി പ്രതിപക്ഷത്തിന് മറുപടി നൽകി. കുട്ടികളെ സിനിമ സ്വാധീനിക്കുന്നുവെന്നും വിദ്യാർത്ഥികളിലെ അരാഷ്ട്രീയത വലിയ പ്രശ്നം സൃഷ്ടിക്കുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ലഹരിയുടെ വ്യാപനം മൂലം യുവാക്കളിലും വിദ്യാർത്ഥികൾക്കിടയിലും വർദ്ധിച്ചു വരുന്ന അതിക്രമങ്ങളെക്കുറിച്ച് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രി ഇതിനെ സ്വാഗതം ചെയ്തു. കേരളം ലഹരി മാഫിയയുടെ പിടിയിലായതിന് തെളിവാണ് ആക്രമണ പരമ്പരകളെന്നായിരുന്നു പ്രതിപക്ഷ സ്വരം. കേരളത്തിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടക്കൊലപാതകങ്ങളും ലഹരിയുടെ വ്യാപനവും തടയുന്ന കാര്യത്തിൽ ഈ ഗവൺമെന്റ് പരാജയപ്പെട്ടു എന്നുള്ള കാര്യം സത്യമാണ്, സാരോപദേശമല്ല. കഴിഞ്ഞ 9 വർഷക്കാലം നിങ്ങൾ ഉറങ്ങുകയായിരുന്നു. തുടർന്ന് മറുപടി പറഞ്ഞ മുഖ്യമന്ത്രി നിലവിൽ കുട്ടികളെ സിനിമ സ്വാധീനിക്കുന്നുണ്ടെന്ന് വ്യക്തമാക്കി. സിനിമയിലെ പോലെ കുട്ടികൾ വീട് വിട്ട് ഗുണ്ടാ സംഘത്തോടൊപ്പം പോയതായി പോലീസ് റിപ്പോർട്ടുണ്ടെന്നും മുഖ്യമന്ത്രി. സിനിമകളുടെ കാര്യം, സീരിയലുകളുടെ കാര്യം, അത് വലിയ തോതിലുള്ള ദുസ്വാധീനങ്ങൾ ഉണ്ടാക്കുകയാണ്. പോലീസിന്റെ റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞു, എടാ മോനെ എന്ന് വിളിക്കുന്നൊരു രംഗമില്ലേ സിനിമയിലെ ഏതോ ഒരു സിനിമയിലെ ഒരു നടൻ വന്നിട്ട് ആവേശം. അപ്പോൾ എടാ മോനെ എന്നാണ് ഈ കുട്ടികളെ വിളിക്കുന്നത്. പിന്നെ അയാളൊരു റൗഡിയാണ്, മറ്റേയാളെ അത് കണ്ടിട്ട് കുട്ടികൾ ഇവിടെയുള്ള ചില റൗഡി ഗ്യാങ് തലവന്മാരോട് കൂടെ പോയി എന്ന് പറയുന്ന ഒരു പോലീസ് റിപ്പോർട്ട് ഞാൻ കണ്ടിരിക്കുന്നു. മാതാപിതാക്കൾക്ക് കുട്ടികളെ നോക്കാൻ സമയമില്ലെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി കുട്ടികളെ സ്നേഹിക്കാൻ പഠിപ്പിക്കുകയാണ് വേണ്ടതെന്നും വ്യക്തമാക്കി. കുട്ടിയോടൊപ്പം സന്തോഷവും സങ്കടവും ഒക്കെ പങ്കിടാൻ ചില കുടുംബങ്ങളിൽ പരസ്പരം സംസാരിക്കാൻ സമയമില്ല. ഓരോരുത്തരും അവരവരുടേതായ സ്വകാര്യ ലോകങ്ങളിൽ. ഇവിടെ കുട്ടികളുടെ കാര്യം മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. എങ്ങനെ രക്ഷിതാക്കളായി മാറണം, രക്ഷിതാക്കൾ എന്ത് ചെയ്യണം, ആ കാര്യവും ഈ സമൂഹത്തിൽ വലിയ തോതിൽ ബോധവൽക്കരണം ആവശ്യമുള്ള കാര്യമാണെന്നാണ് തോന്നുന്നത്. കുട്ടികൾക്കിടയിൽ ഡിജിറ്റൽ ആസക്തി കൂടുന്നുവെന്നും അരാഷ്ട്രീയത വലിയ പ്രശ്നമായി മാറുന്നുവെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. ലഹരിക്കും വർദ്ധിച്ചു വരുന്ന അക്രമങ്ങൾക്കുമെതിരെ ഒറ്റക്കെട്ടായ ചെറുത്തുനിൽപ്പിനെ ആഹ്വാനം ചെയ്തുമാണ് 2.5 മണിക്കൂർ നീണ്ട ചർച്ച അവസാനിച്ചത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന രമേശ് ചെന്നിത്തലയുടെ വിളിയിൽ നിയമസഭയിൽ ക്ഷുഭിതനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. യുവാക്കളിലെ അക്രമവാസനയെക്കുറിച്ചുള്ള അടിയന്തര പ്രമേയ ചർച്ചയിലായിരുന്നു ഭരണ പ്രതിപക്ഷ വാക്പോര് രൂക്ഷമായത്. സർക്കാരിന് വാഴ്ത്തുപാട്ട് പാടാനല്ല സഭയിലെത്തുന്നതെന്ന് പ്രതിപക്ഷവും തിരിച്ചടിച്ചു. നിങ്ങളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി, നിങ്ങളാണ് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ളയാൾ. നിങ്ങളെ കുറ്റപ്പെടുത്തും. അതിനെന്തിനാണ് അങ്ങ് ഇത്ര അസഹിഷ്ണുത കാണിക്കുന്നത്? അങ്ങേ കുറ്റപ്പെടുത്തും. സംസ്ഥാനത്തെ അടിക്കടിയുള്ള അതിക്രമങ്ങളെക്കുറിച്ചും ലഹരി വ്യാപനത്തെക്കുറിച്ചുമുള്ള ചർച്ചയ്ക്കിടെയാണ് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിൽ കൊമ്പുകോർത്തത്. തുടക്കത്തിൽ സംസാരിച്ച രമേശ് ചെന്നിത്തല മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് ഇടയ്ക്കിടെ പറഞ്ഞതാണ് മുഖ്യമന്ത്രിയെ ചൊടിപ്പിച്ചത്. പ്രതികൾക്ക് മാലയിട്ട് ഓപ്പൺ ജയിലിൽ ആനയിക്കുന്നു. സർ, മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ, എന്ത് സന്ദേശമാണ് നിങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് നൽകുന്നത്? ഓരോ ചോദ്യത്തിനും മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എഴുന്നേറ്റ് മറുപടി പറയണമെന്നത് ശരിയാണോ എന്നും നാട് നേരിടുന്ന പ്രശ്നം എന്താണെന്ന് ചെന്നിത്തല മനസ്സിലാക്കണമെന്നും ക്ഷുഭിതനായി മുഖ്യമന്ത്രി തിരിച്ചടിച്ചു. സർ, ഇദ്ദേഹം ഈ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് കുറെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോന്നിനും ഞാൻ ഇടക്കിടക്ക് ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കണോ? ഇടക്കിടക്ക് മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞ ഒരു ചോദ്യം ചോദിച്ചാൽ പാത്രം പോരാ. നാടിന്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാനാവണം. മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ അൺപാർലമെന്ററി വാക്കല്ലെന്നും വീണ്ടും എഴുന്നേറ്റ് ആവർത്തിച്ച് രമേശ് ചെന്നിത്തല. ഈ സമൂഹത്തിൽ നടക്കുന്ന കൂട്ടക്കൊലകളെ പറ്റി, ആ കൂട്ടക്കൊലകൾക്ക് പ്രേരണ നൽകുന്ന സംഭവങ്ങളെ പറ്റി, വർദ്ധിച്ചു വരുന്ന അക്രമങ്ങളെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് വിളിച്ചാൽ അൺപാർലമെന്ററി ഒന്നും അല്ല. മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്ന പാർലമെന്റിൽ മിസ്റ്റർ പ്രൈം മിനിസ്റ്റർ എന്നൊക്കെ ഞങ്ങൾ വിളിക്കുന്നതാണ്. അങ്ങേക്ക് അറിയാമല്ലോ. മിസ്റ്റർ പ്രൈം മിനിസ്റ്റർ എന്ന് വിളിച്ചുകൊണ്ട് ഞാൻ പ്രസംഗിച്ചു. TP കേസിലെ പ്രതികളുടെ പരോൾ വിഷയം സഭയിൽ വീണ്ടും ഉയർന്നപ്പോൾ മുഖ്യമന്ത്രി പ്രതിപക്ഷ വാക്പോര് രൂക്ഷമായി. വിഷയം പ്രതിപക്ഷം രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്ന് മന്ത്രി MP രാജേഷ് കുറ്റപ്പെടുത്തി. സർ, ഏതറ്റം വരെ പോകും ഈ രാഷ്ട്രീയമായിട്ടുള്ള ദുരാരോപണങ്ങൾ എന്നതിന്റെ തെളിവായിരുന്നല്ലോ അത്. സർക്കാരിന് വാഴ്ത്തുപാട്ട് പാടാനല്ല സഭയിലെത്തുന്നതെന്നും പ്രതിപക്ഷം പരിഹസിച്ചു. സർക്കാരും മുഖ്യമന്ത്രിയും എഴുതി തരുന്നത് പോലെ പ്രസംഗിക്കാനല്ല ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
ബ്രൂവറിയിൽ എല്ലാ നിയമങ്ങളും പാലിച്ചാണ് അനുമതി നൽകിയതെന്ന് മന്ത്രി MP രാജേഷ്. ഭൂഗർഭജലം ഉപയോഗിക്കില്ലെന്നും കുടിവെള്ള പ്രശ്നമുണ്ടാകില്ലെന്നും ഉറപ്പാക്കിയിട്ടാണ് പ്ലാന്റ് അനുമതി നൽകിയതെന്നും എക്സൈസ് മന്ത്രി വ്യക്തമാക്കി. അതേസമയം തെലങ്കാന മുൻ മുഖ്യമന്ത്രിയുടെ മകൾ K. കവിത ഇതിനായി ചർച്ചയ്ക്ക് കേരളത്തിൽ എത്തിയെന്ന ആക്ഷേപത്തെ പരിഹാസത്തോടെ മന്ത്രി MP രാജേഷ് സഭയിൽ തള്ളി. മദ്യനിർമ്മാണ പ്ലാന്റിനുള്ള അനുമതി നൽകുന്നതിന് മുമ്പ് വെള്ളം നൽകുന്നതിനുള്ള അനുമതി എങ്ങനെയാണ് നൽകിയതെന്ന് പ്രതിപക്ഷം സഭയിൽ ചോദിച്ചു. ഒരിടവേളയ്ക്ക് ശേഷം ചേർന്ന സഭയിലും ബ്രൂവറി തന്നെ പ്രധാന ചർച്ചാ വിഷയമായി മാറി. ഭരണപക്ഷ MLAയുടെ ചോദ്യങ്ങൾക്കാണ് ബ്രൂവറി അനുമതിയെ ന്യായീകരിച്ചുകൊണ്ടുള്ള മന്ത്രി MP രാജേഷിന്റെ മറുപടി. പദ്ധതിയുടെ ഭാഗമായി കുടിവെള്ള പ്രശ്നമുണ്ടാകില്ല. സർക്കാർ നയത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ നിയമങ്ങളും പാലിച്ചാണ് അനുമതി നൽകിയത്. സർക്കാരിന്റെ മദ്യനയത്തിലെ മാറ്റങ്ങൾ ആദ്യം അറിഞ്ഞത് പ്രതിപക്ഷമാണെന്നും മന്ത്രി MP രാജേഷ് പറഞ്ഞു. സർ, നയത്തിലെ ഈ മാറ്റം ആദ്യം അറിഞ്ഞത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും അദ്ദേഹത്തിന്റെ പിന്നിലിരിക്കുന്ന ബഹുമാനപ്പെട്ട മുൻ പ്രതിപക്ഷ നേതാവുമാണ് എന്ന് അവർ മറന്നുപോയതിന് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല സർ. അവരുടെ പ്രസ്താവനയാണ് ആദ്യം വന്നത്. ഈ നയം വലിയ ഹെഡ്ലൈൻ ആയിരുന്നു കേരളത്തിലെ മാധ്യമങ്ങളിലെല്ലാം. കാരണം പ്രധാനപ്പെട്ട നയം മാറ്റമാണ്. ഞങ്ങൾ പ്രഖ്യാപിച്ച ഒരു പ്രധാന നയമാറ്റമാണ്. ആ നയമാറ്റം പ്രധാനപ്പെട്ട തലക്കെട്ടായിട്ട് എല്ലാ മാധ്യമങ്ങളിലും വന്നു. ബഹുമാന്യരായിട്ടുള്ള രണ്ട് നേതാക്കളുടെയും അതിനെതിരായിട്ടുള്ള പ്രസ്താവനയും വന്നതാണ്. പ്രതിപക്ഷത്തിന് രാഷ്ട്രീയ താല്പര്യമാണെന്നും കമ്പനിയുമായി യാതൊരുവിധ ചർച്ച നടത്തിയിട്ടില്ലെന്നും MP രാജേഷ് സഭയിൽ ആവർത്തിച്ചു. ഓയാസിസ് കമ്പനിയുമായി സർക്കാർ ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. അവര് സർക്കിൾ ഇൻസ്പെക്ടർക്ക് അപേക്ഷ കൊടുത്തു. ആ അപേക്ഷ സർക്കാരിന്റെ മുമ്പിൽ വന്നു. 10 ഘട്ടങ്ങളിലുള്ള പരിശോധന അതിൽ നടന്നിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളിലും വ്യക്തത വരുത്തി. ഒരു ഘട്ടത്തിൽ ഈ ശുപാർശ മുന്നിൽ വന്നപ്പോ, സർക്കാരിന്റെ മുമ്പിൽ വന്നപ്പോ, എന്താണ് വെള്ളത്തിന്റെ സ്രോതസ്, എങ്ങനെയാണ് വെള്ളം കണ്ടെത്തുന്നത് എന്നതിൽ വ്യക്തമായ ശുപാർശ ഉണ്ടാവണം എന്ന് പറഞ്ഞ് തിരിച്ചയക്കുകയും അക്കാര്യത്തിൽ വ്യക്തമായിട്ടുള്ള ശുപാർശ സഹിതം പുനഃസമർപ്പിക്കുകയും ചെയ്തു. അങ്ങേയറ്റം സുതാര്യമായിട്ടാണ് സർക്കാർ നയത്തിൽ പ്രഖ്യാപിച്ച ഈ സർക്കാരിന്റെ നയം നടപ്പാക്കാനുള്ള മാൻഡേറ്റ് ഉണ്ട് സർ. അത് ജനങ്ങൾ നൽകിയിട്ടുള്ള മാൻഡേറ്റ് ആണ്. ഒയാസിസ് കമ്പനിക്ക് വേണ്ടിയാണ് മദ്യനയത്തിൽ മാറ്റം വരുത്തിയതെന്ന പ്രതിപക്ഷ ആരോപണത്തെ സഭയിൽ മന്ത്രി പരിഹാസത്തോടെ തള്ളുകയും ചെയ്തു. അപ്പൊ ത്രികാലജ്ഞാനം വേണം. ഈ അദൃശ്യമായിട്ട് നീ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അദൃശ്യമായിട്ട് വേണമല്ലോ വരാൻ. ഇവിടെ വന്നിട്ടില്ല. എന്ത് കോടിയേരി രോഗബാധിതനായിട്ട് മരിക്കുമെന്നും അപ്പോ ഗോവിന്ദൻ മാഷ് എക്സൈസ് മന്ത്രിസ്ഥാനം ഉപേക്ഷിച്ച് സംസ്ഥാന സെക്രട്ടറി ആവുമെന്നും അങ്ങനെ മാറിയാൽ MP രാജേഷ് മന്ത്രിയാവുമെന്നും അപ്പോൾ എക്സൈസ് വകുപ്പ് തന്നെ കിട്ടുമെന്നും 6 മാസം മുമ്പ് മനസ്സിലാക്കാനുള്ള ത്രികാലജ്ഞാനം ഉണ്ടാവണം. ഇതാണ് സർ ആരോപണങ്ങളുടെ സ്വഭാവം. ബ്രൂവറിയിൽ അപേക്ഷ നൽകുന്നതിന് മുൻപ് വെള്ളം വാങ്ങാൻ കമ്പനി അനുമതി തേടിയെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. സാർ, ഈ ഒരു അപേക്ഷ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അവര് ഇവിടെ ഇലപ്പുള്ളിയിൽ ഈ പ്ലാന്റ് ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കുടിവെള്ളം തരണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, അതായത് IOCയിൽ അവർക്ക് ടെൻഡർ വയ്ക്കുന്നതിന് വേണ്ടി വാട്ടർ അതോറിറ്റിയിൽ നിന്നും അവർ ലെറ്റർ വാങ്ങിച്ചിട്ടാണ് ഇത് ചെയ്തതെന്നും, ഈ അപേക്ഷ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഒയാസിസ് കമ്പനിക്ക് വേണ്ടി സർക്കാർ ഈ ബ്രൂവറി ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ വേറെ ഒരു കമ്പനിയും കേരളത്തിൽ അറിയാതെ ആരംഭിച്ചിട്ടുണ്ട്. മദ്യനയം മാറ്റിയത് തന്നെ കമ്പനിക്ക് വേണ്ടിയാണെന്നും പ്രതിപക്ഷം ആരോപിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വിവാദങ്ങൾക്കിടെ സ്വകാര്യ സർവകലാശാല ബിൽ സംസ്ഥാന സർക്കാർ നിയമസഭയിൽ അവതരിപ്പിച്ചു. സർവകലാശാല നിയമ ഭേദഗതി ബില്ല് 2ന്റെ അവതരണം മാറ്റിവെച്ചു. ഈ ബില്ലിന് മേൽ ഗവർണർ മുൻകൂർ അനുമതി നൽകാത്തതാണ് കാരണം. സർക്കാർ അവതരിപ്പിച്ചത് തട്ടിക്കൂട്ട് ബില്ലാണെന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. ഏറെ വിവാദങ്ങൾക്കും പരസ്യ പ്രതിഷേധങ്ങൾക്കുമിടയിലാണ് സ്വകാര്യ സർവകലാശാല ബിൽ സർക്കാർ നിയമസഭയിൽ അവതരിപ്പിച്ചത്. ഒപ്പം സർവകലാശാല നിയമ ഭേദഗതി ബില്ലുകളിൽ ആദ്യത്തെയും സഭ പാസാക്കി. എന്നാൽ അതിൽ സ്ഥാപനങ്ങളുടെ നിയന്ത്രണവും അധികാരവും സംബന്ധിച്ച 2ാമത്തെ ബിൽ അവതരിപ്പിച്ചില്ല. ഈ ബില്ലിന്മേൽ ഗവർണർ മുൻകൂർ അനുമതി നൽകാത്തതാണ് അവതരണം മാറ്റിവെക്കാൻ കാരണം. ബില്ലിന്റെ മലയാളം പതിപ്പ് മാത്രമാണ് ഗവർണർക്ക് അയച്ചു നൽകിയത്. ബില്ലിന്റെ ഇംഗ്ലീഷ് പതിപ്പ് ഗവർണർക്ക് അയച്ചിട്ടുണ്ടെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് സഭയിൽ വ്യക്തമാക്കി. ബില്ലിലെ നിബന്ധനകൾ പാലിക്കപ്പെട്ടതിനു ശേഷം മാത്രമേ സർവകലാശാല സ്ഥാപിക്കുന്നുള്ളൂ എന്നതിനാലും ബില്ലിൽ പട്ടിക ഉൾപ്പെടുത്തുന്നത് ഉചിതവും നിയമപരവുമാണ്. അതേസമയം സർക്കാർ അവതരിപ്പിച്ച ബിൽ തട്ടിക്കൂട്ടാണെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. സ്വകാര്യ സർവകലാശാല നിയമം സംബന്ധിച്ച് ബിൽ സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്നും മറ്റ് 2 ബില്ലുകൾ പിൻവലിക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ഈ ബില്ലിൽ കേരളത്തിലെ പൊതു സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാരുടെ അധികാരം ഗൗരവതരമായി വെട്ടിക്കുറയ്ക്കുകയും സ്വകാര്യ സർവകലാശാലയിൽ വൈസ് ചാൻസലറെ കരുത്തനാക്കി മാറ്റുകയും ചെയ്യുന്ന ഒരു പിന്തിരിപ്പൻ നയമാണ്, വിദ്യാഭ്യാസ നയമാണ് ഈ 3 ബില്ലുകളിലൂടെയും സർക്കാർ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് സ്വകാര്യ സർവകലാശാല ബില്ല് സെലക്ട് കമ്മിറ്റിക്കും അയക്കണം,
മറ്റ് 2 ബില്ലുകൾ പിൻവലിക്കുകയും ചെയ്യണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തനം മെച്ചപ്പെടുത്താനാണെന്നാണ് സർക്കാർ വാദം. എന്നാൽ ഇതെല്ലാം പരാജയപ്പെടുകയാണെന്നും കൃത്യമായ പഠനം നടത്തി വേണം തീരുമാനം കൈക്കൊള്ളേണ്ടതെന്നും പ്രതിപക്ഷ നേതാവ് സഭയിൽ ആവർത്തിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സംസ്ഥാനത്ത് ലഹരിക്കെതിരായി യുദ്ധം പ്രഖ്യാപിക്കാനുള്ള സമയമായെന്ന് ശശി തരൂർ. മയക്കുമരുന്ന് വ്യാപനത്തിനെതിരെ ആക്ഷൻ പ്ലാൻ ആവശ്യമുണ്ട്. വിതരണക്കാരെ കണ്ടുപിടിച്ച് ഉടനെ അറസ്റ്റ് ചെയ്യണമെന്നും അദ്ദേഹം പറഞ്ഞു. സ്റ്റാർട്ടപ്പ് വിഷയത്തിൽ തന്റെ നിലപാടുകളിൽ മാറ്റമില്ലെന്നും പുതിയ സംരംഭങ്ങൾ വരാനാണ് സർക്കാർ ഉദ്ദേശമെങ്കിൽ അതിനൊപ്പം നിൽക്കുമെന്നും തരൂർ കൂട്ടിച്ചേർത്തു. പെരിന്തൽമണ്ണ NRI ഫോറം അഥവാ പെൻറീഫ് സംഘടനയുടെ 10ാം വാർഷികാഘോഷം പെൻറീഫ് ദശോത്സവ് എന്ന പേരിൽ ജിദ്ദയിൽ വർണ്ണാഭമായി സംഘടിപ്പിച്ചു. ജിദ്ദ ലയാലി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പെരിന്തൽമണ്ണ NRI ഫോറം 10ാം വാർഷികാഘോഷം വൈവിധ്യങ്ങളെ പരിപാടികൾ കൊണ്ടേറെ ശ്രദ്ധിക്കപ്പെട്ടു. പ്രശസ്ത ഗായികരായ അമൃത സുരേഷും അഭിരാമി സുരേഷും ഗാനങ്ങൾ അവതരിപ്പിച്ച് വേദിയെ ആവേശഭരിതരാക്കി. ഡോക്ടർ ഇന്ദു അവതരിപ്പിച്ച ഭരതനാട്യവും അരീബ് ഉസ്മാന്റെ നേതൃത്വത്തിൽ പെൻറീഫ് അംഗങ്ങളുടെ കുട്ടികൾ അവതരിപ്പിച്ച ഓർക്കസ്ട്ര നൃത്തനൃത്യങ്ങൾ, സ്കിറ്റും ഗാനമേളയും പരിപാടിക്ക് കൊഴുപ്പേകി. ഷമീന ടീച്ചറുടെ കൊറിയോഗ്രാഫിയിൽ അരങ്ങേറിയ ഒപ്പനയും സന്തോഷ് ഖാൻ സംവിധാനം നിർവഹിച്ച നാടകവും വേദിക്ക് വേറിട്ട അനുഭവമായി. നൌഷാദ് ചാത്തലൂർ, എഞ്ചിനീയർ ജുനൈദ മജീദ് എന്നിവർ നയിച്ച പരിപാടി രക്ഷാധികാരികളായ റീഗൽ മുജീബ്, ലത്തീഫ് കാപ്പുങ്ങൽ എന്നിവർ ഒരുമിച്ച് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് അയ്യൂബ് മുസിയാരകത്ത് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി അബ്ദുൽ മജീദ്, ഭാരവാഹികളായ നാസർ ശാന്തപുരം, ഡോക്ടർ ആലിയ, ഡോക്ടർ ഇന്ദു എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. സുൽഫിഖർ റദായി, അമൃത ന്യൂസ്, ജിദ്ദ. കോഴിക്കോട് താമരശ്ശേരിയിലെ ഷഹബാസ് കൊലക്കേസിൽ കൂടുതൽ പേരുടെ പങ്ക് കണ്ടെത്താനുള്ള പോലീസ് അന്വേഷണം തുടരുന്നു. ഡിജിറ്റൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ വിദ്യാർത്ഥികൾക്ക് പങ്കുണ്ടോ എന്ന് കണ്ടെത്താനാണ് പോലീസിന്റെ നീക്കം. ഒപ്പം പ്രതികളുടെ മാതാപിതാക്കളുടെ പങ്കും പരിശോധിക്കും. കഴിഞ്ഞ ദിവസം പ്രതികളുടെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ 4 മൊബൈൽ ഫോണുകൾ കണ്ടെടുത്തിരുന്നു. വധം ആസൂത്രണം ചെയ്തതിന്റെ കൂടുതൽ തെളിവുകൾ ഈ ഫോണുകളിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഓഡിയോ സന്ദേശങ്ങളും ചിത്രങ്ങളുമാണ് ഫോണുകളിൽ നിന്ന് കണ്ടെത്തിയത്. സംഭവത്തിൽ പ്രധാന തെളിവായ നഞ്ചക് പോലീസ് കണ്ടെടുത്തു. ഷഹബാസ് മരിച്ചത് നഞ്ചക് കൊണ്ടുള്ള അടിയിൽ തലയോട്ടി പൊട്ടിയാണ്. പ്രതികളിൽ ഒരാളുടെ വീട്ടിൽ നിന്നാണ് ആയുധം കണ്ടെടുത്തത്. പ്രതിഷേധങ്ങൾക്കിടെ താമരശ്ശേരി ഷഹബാസ് കൊലക്കേസ് പ്രതികൾ SSLC പരീക്ഷ എഴുതി. വെള്ളിമാടുകുന്ന് ജുവനൈൽ ഹോമിൽ വെച്ചായിരുന്നു പരീക്ഷ. പ്രതികൾ പരീക്ഷ എഴുതുന്നതിനിടെ പ്രതിപക്ഷ വിദ്യാർത്ഥി യുവജന സംഘടനകൾ പ്രതിഷേധവുമായി ജുവനൈൽ ഹോമിലെത്തി. പ്രതികളായ 5 വിദ്യാർത്ഥികളെയും താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് പരീക്ഷ എഴുതിക്കാനായിരുന്നു വിദ്യാഭ്യാസ വകുപ്പിന്റെ ആദ്യ തീരുമാനം. എന്നാൽ പ്രതിപക്ഷ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ പ്രതിഷേധം കണക്കിലെടുത്താണ് പ്രതികൾ റിമാൻഡിൽ കഴിയുന്ന വെള്ളിമാടുകുന്ന് ജുവനൈൽ ഹോമിൽ വെച്ച് പരീക്ഷ നടത്തിയത്. ഇതോടെ പ്രതിപക്ഷ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ പ്രതിഷേധം ജുവനൈൽ ഹോമിന് മുന്നിലേക്ക് മാറി. കൊലയാളികളെ പരീക്ഷ എഴുതാൻ അനുവദിക്കില്ലെന്ന മുദ്രാവാക്യമുയർത്തി ജുവനൈൽ ഹോമിന്റെ മതിൽ ചാടിയെത്തിയ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. ചെറിയ സംഘങ്ങളായി നിരവധി തവണയായാണ് MSF KSU പ്രവർത്തകർ പ്രതിഷേധത്തിനെത്തിയത്. ഒരുത്തരെ കൊന്നിട്ടല്ലോ ആ 4 എക്സാം എഴുതാ. ആ പൊന്നു മോള് പഠിക്കുന്നോളല്ലേ, ഓൾ എഴുതുന്ന എക്സാം അല്ലേ, നീ ഓൾ എഴുതിട്ടില്ലേ? ഒരു വിദ്യാർത്ഥിനെ അടിച്ചു കൊന്ന് ക്രൂരമായിട്ട് അടിച്ചു എന്താ ചെയ്യണ്ടേ? പ്രതികളെ പരീക്ഷ എഴുതാൻ അനുവദിച്ച നടപടിയിൽ ദുഃഖമുണ്ടെന്നും ഷഹബാസ് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ പരീക്ഷയ്ക്ക് തയ്യാറെടുത്തിരുന്നുവെന്നും ഷഹബാസിന്റെ പിതാവ് ഇക്ബാൽ പറഞ്ഞു. ഇത്തരം കുട്ടികൾക്ക് എക്സാം എഴുതാൻ അവസരമൊരുക്കി കൊടുത്ത സാഹചര്യം കണ്ടതോടുകൂടി തളർന്നുപോയി. എൻ്റെ കുട്ടി ഒരാഴ്ച മുന്നേ എക്സാമിന് തയ്യാറെടുത്തു, ടൈം ടേബിളിട്ട് പഠിക്കാമെന്ന് തീരുമാനിച്ച് വീട്ടിലിരുന്ന് തുടങ്ങി. ഇന്ന് എൻ്റെ കുട്ടി പരീക്ഷാ ഹാളിലേക്ക് മറ്റ് സഹപാഠികളോടൊപ്പം പോകേണ്ട കുട്ടിയാണ്.
സമീപ പ്രദേശത്തെ നാട്ടുകാരും പ്രതികളെ പരീക്ഷ എഴുതിക്കുന്നതിൽ പ്രതിഷേധം അറിയിച്ചു. അമൃത ന്യൂസ്, കോഴിക്കോട്. സംസ്ഥാനത്ത് SSLC രണ്ടാം വർഷ ഹയർ സെക്കൻഡറി VHSE പരീക്ഷകൾക്ക് തുടക്കം. 4.25 ലക്ഷം വിദ്യാർത്ഥികളാണ് ഈ വർഷം SSLC പരീക്ഷ എഴുതിയത്. മാർച്ച് 26-ന് പരീക്ഷകൾ അവസാനിക്കും. 72 കേന്ദ്രീകൃത ക്യാമ്പുകളിലായി ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണ്ണയം ഏപ്രിൽ 3 മുതൽ 26 വരെ നടക്കും. ഈ വർഷത്തെ SSLC രണ്ടാം വർഷ ഹയർ സെക്കൻഡറി VHSE പരീക്ഷകൾക്കാണ് തുടക്കമായത്. പരീക്ഷാ പേടി ഉണ്ടായിരുന്നെങ്കിലും മുന്നൊരുക്കങ്ങളുടെ ആത്മവിശ്വാസത്തിലാണ് കുട്ടികൾ പരീക്ഷ എഴുതിയിറങ്ങിയത്. എല്ലാം പഠിച്ചിട്ടുണ്ട്. പേപ്പർ കിട്ടുമ്പോൾ എന്തോ അറിഞ്ഞൂടെ, നല്ല ടെൻഷൻ ഉണ്ട്. ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണ്. ആദ്യ ദിനത്തിലെ മലയാളം പരീക്ഷ എളുപ്പമായതിന്റെ ആശ്വാസത്തിലായിരുന്നു കുട്ടികൾ. 4.25 ലക്ഷം വിദ്യാർത്ഥികൾ SSLC പരീക്ഷ എഴുതുമ്പോൾ 4,44,693 വിദ്യാർത്ഥികളാണ് രണ്ടാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷ എഴുതുന്നത്. VHSE രണ്ടാം വർഷ പൊതുപരീക്ഷയ്ക്ക് റെഗുലർ വിഭാഗത്തിൽ 26,372 വിദ്യാർത്ഥികളും പ്രൈവറ്റ് വിഭാഗത്തിൽ 2,215 വിദ്യാർത്ഥികളും ഉൾപ്പെടെ ആകെ 28,587 പേർ പരീക്ഷ എഴുതുന്നുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ആശാ വർക്കർമാരെ തൊഴിൽ നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവരാൻ കേന്ദ്രത്തോട് ആവശ്യപ്പെടുമെന്ന് നിയമസഭയിൽ മന്ത്രി വീണ ജോർജ്. ആശമാർക്കായി കഴിഞ്ഞ സാമ്പത്തിക വർഷം നൽകേണ്ട 100 കോടി രൂപയിൽ 1 രൂപ പോലും കേന്ദ്രം നൽകിയിട്ടില്ലെന്നും മന്ത്രി സഭയിൽ പറഞ്ഞു. ആശമാരുടെ സമരത്തിന് പിന്നാലെ ചില മാധ്യമങ്ങൾ തെറ്റിദ്ധാരണ പരത്തുന്നുവെന്നും മന്ത്രി കുറ്റപ്പെടുത്തി. ആശാ വർക്കർമാരെ തൊഴിൽ നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവരാൻ കേന്ദ്രത്തോട് ആവശ്യപ്പെടുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് നിയമസഭയിൽ പറഞ്ഞു. NHM ആശാ വർക്കർമാരുടെ ഓണറേറിയവുമായി ബന്ധപ്പെട്ട് ശാന്തകുമാരി MLAയുടെ ശ്രദ്ധ ക്ഷണിക്കലിൽ മറുപടി പറയുകയായിരുന്നു മന്ത്രി. ആശാ വർക്കർമാർക്ക് ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്ന സംസ്ഥാനം കേരളമെന്നും മന്ത്രി പറഞ്ഞു. ഇവരെ സന്നദ്ധ പ്രവർത്തകരായിട്ടാണ് ഈ സ്കീം വിഭാവനം ചെയ്യുന്നത്. അവിടെ ഇവരെ തൊഴിലാളികളാക്കണം എന്നുള്ള, അവർ തൊഴിൽ നിയമങ്ങളുടെ പരിധിയിൽ വരണം എന്നുള്ളത് തീർച്ചയായിട്ടും ആ നിലപാടിനൊപ്പമാണ് സംസ്ഥാന സർക്കാർ ഉള്ളത്. തീർച്ചയായിട്ടും അത് കേന്ദ്ര സർക്കാരിനോട് ഇക്കാര്യം നമുക്ക് തുടർച്ചയായിട്ടും ആവശ്യപ്പെടാം സർ. കേരളത്തിൽ 90% ആശാ വർക്കർമാർക്കും 10,000 മുതൽ 13,500 രൂപ വരെ ഒരു മാസം ലഭിക്കുന്നുണ്ട്. എന്നാൽ ആശമാരുടെ സമരത്തിന് പിന്നാലെ ഇക്കാര്യങ്ങളിൽ ചില മാധ്യമങ്ങൾ തെറ്റിദ്ധാരണ പരത്തുന്നുവെന്ന് മന്ത്രി കുറ്റപ്പെടുത്തി. കഴിഞ്ഞ സാമ്പത്തിക വർഷം 100 കോടി രൂപയായിരുന്നു കേന്ദ്രം നൽകേണ്ടിയിരുന്നത്. ഇതിൽ 1 രൂപ പോലും കേന്ദ്രം നൽകിയിട്ടില്ലെന്നും ഇതിനായി കേന്ദ്രത്തെ വീണ്ടും സമീപിക്കുമെന്നും മന്ത്രി വീണ ജോർജ് നിയമസഭയിൽ പറഞ്ഞു. ആശമാർക്ക് കൊടുക്കേണ്ടിയിരുന്ന 100 കോടി രൂപയിൽ 1 രൂപ പോലും കേന്ദ്രം നൽകിയിട്ടില്ല സർ. 1 രൂപ പോലും നൽകിയിട്ടില്ല സർ. നാം വളരെ ഗൗരവത്തോടെ കാണേണ്ട ഒരു വിഷയമാണ്. അന്ന് അതായത് കമ്മിറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒരു സാമ്പത്തിക വർഷത്തിന്റെ തുടക്കത്തിൽ കേന്ദ്രം പറയും ഇത്ര കോടി രൂപ നിങ്ങൾക്ക് തരും. ഇതിൽ 60% കേന്ദ്രം തരും, 40% സംസ്ഥാനം നൽകണം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കർമാർ നടത്തുന്ന രാപ്പകൽ സമരം തുടരുകയാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശമാരുടെ സമരപ്പന്തൽ പൊളിച്ചതിനെതിരെയും വിവിധ കോണുകളിൽ നിന്ന് ശക്തമായ പ്രതിഷേധമാണ് ഉയർന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പ്രയാഗ്രാജിൽ നടന്ന മഹാകുംഭമേളയിൽ 48 ദിവസത്തെ സേവന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി മാതാ അമൃതാനന്ദമയി മഠത്തിൽ നിന്നുള്ള സംഘങ്ങൾ മടങ്ങി. മഹാകുംഭമേളയുടെ ഭാഗമായി ആരോഗ്യമേഖലയിലടക്കം മികച്ച സേവനം നൽകിയ സംഘം മാതാ അമൃതാനന്ദമയി മഠത്തിലെ സന്യാസിമാരുടെ നേതൃത്വത്തിൽ ശുചീകരണ യജ്ഞത്തിലും പങ്കെടുത്താണ് മടങ്ങിയത്. മഹാകുംഭമേളയ്ക്കായി പ്രയാഗ്രാജിലെത്തിയ ഭക്തർക്കായി ഭക്ഷണം, താമസം, ചികിത്സാ സൗകര്യം തുടങ്ങി വിപുലമായ സൗകര്യങ്ങളായിരുന്നു മാതാ അമൃതാനന്ദമയി മഠം ഒരുക്കിയത്. പ്രയാഗ്രാജിൽ 48 ദിവസത്തെ സേവനങ്ങൾ പൂർത്തിയാക്കിയാണ് മാതാ അമൃതാനന്ദമയി മഠത്തിലെ സ്വാമിമാരും ആരോഗ്യ പ്രവർത്തകരും മടങ്ങിയത്. കുംഭമേളയ്ക്കായി പ്രയാഗ്രാജിൽ ഒരുക്കിയ താൽക്കാലിക ടെന്റുകളും പ്രാർത്ഥനാലയവും പൊളിച്ചു നീക്കി. പരിസരമെല്ലാം വൃത്തിയാക്കി ശുചീകരണ യജ്ഞത്തിൽ പങ്കാളികളായാണ് അമ്മയുടെ മക്കൾ പ്രയാഗ്രാജിനോട് വിട പറഞ്ഞത്. സ്വാമിമാരും ബ്രഹ്മചാരികളും ഡോക്ടർമാരും മറ്റ് ആരോഗ്യ പ്രവർത്തകരും സന്നദ്ധ പ്രവർത്തകരും സംയുക്തമായാണ് മഹാകുംഭമേളയിൽ സേവനത്തിന്റെ പുതിയ മാതൃക കാഴ്ചവെച്ചതെന്ന് ബ്രഹ്മചാരി മോക്ഷാമൃത ചൈതന്യ പറഞ്ഞു. We have ensured here at Mata Amritanandamayi Math Ashram in Prayagraj that we clean the entire space in and around our ashram. The entire road stretch has been cleaned by the ashramites, the swamis, the brahmacharis and our other helpers. As Amma says, spirituality is not only about inner cleanliness, it is also about outer cleanliness. കൊച്ചിയിലെയും ഫരീദാബാദിലെയും അമൃത ആശുപത്രിയിൽ നിന്നുമുള്ള ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരുമാണ് അത്യാധുനിക സംവിധാനങ്ങളോടെ പ്രയാഗ്രാജിൽ സേവനമനുഷ്ഠിച്ചതെന്ന് മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ഡോക്ടർ മനോജ് കുമാറും മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സഞ്ജീവ് കുമാറും പറഞ്ഞു.
कि आपके इस काम में अमृता हॉस्पिटल जो कि फरीदाबाद और कोची में है, उनका चिकित्सीय दल भी जो मेडिकल टीम है वो आपके कार्य में पूर्ण सहयोग करेगी। और बहुत अच्छे तरीके से इसको मैनेज किया है। कुछ हमने बहुत कुछ सीखा अम्मा की तरफ से और हमारे तरफ से जो भी सेवाएं दी गई बहुत अच्छा। और एक बहुत अच्छा रहा कि जहाँ पे सुपर स्पेशलिटी അമൃതാനന്ദമയി മഠത്തിന്റെ സേവനങ്ങളിൽ കുംഭമേളയ്ക്കെത്തിയ ഭക്തരും സംതൃപ്തരാണ്. സ്വന്തം വീട്ടിലെത്തിയ ഒരു പ്രതീതിയാണ് അനുഭവപ്പെട്ടത്. ബാക്കി കിടക്കാനുള്ള സൗകര്യം, അവിടെ വർത്തമാനം പറഞ്ഞിരിക്കാനുള്ള സൗകര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും ചെയ്തു. മഠത്തിൻ്റെ കീഴിലുള്ള സ്ഥലത്ത് ഞങ്ങൾക്ക് താമസ സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിരുന്നു. ഞങ്ങൾ രാത്രിയാണ് വന്നത്. ഇങ്ങനെ ഒരു സൗകര്യം ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ടേനെ. പ്രയാഗ്രാജിൽ അത്യാധുനിക സംവിധാനങ്ങളോടെയുള്ള സൗജന്യ ചികിത്സയാണ് മഠം ഒരുക്കിയത്. മഹാകുംഭമേളയ്ക്ക് ശേഷം ശുചിത്വ ഭാരത സങ്കല്പത്തിനായി അമ്മ രൂപീകരിച്ച അമലഭാരതം പദ്ധതിയുടെ ഭാഗമായി ശുചീകരണത്തിലും മാതൃകയായാണ് പ്രയാഗ്രാജിൽ നിന്നും അമൃതാനന്ദമയി മഠത്തിൽ നിന്നുമുള്ള സംഘാംഗങ്ങൾ മടങ്ങിയത്. അമൃത ന്യൂസ്, പ്രയാഗ്രാജ്. ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ആദ്യ സെമി നാളെ. ഇന്ത്യയുടെ എതിരാളികൾ ഓസ്ട്രേലിയയാണ്. നാളെ ഉച്ചയ്ക്ക് 2:30 മുതൽ ദുബായിലാണ് മത്സരം. ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി സെമിയിലെത്തിയ ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യ മത്സരത്തിനിറങ്ങുന്നത്. ഇതോടെ മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും അമൃത ന്യൂസ് യൂട്യൂബ് സന്ദർശിക്കുക. നമസ്കാരം.